ഹായ് ഗായ്സ്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് നമ്മുടെ നീ അവളുടെ മുത്തശ്ശിയുടെ കൂടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പോയിരിക്കുമായിരിക്കും. അവൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴും അവൾ ലിന്നിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടാവും. ലിന്നാണെങ്കിൽ അവളുടെ കോളൊന്നും വരുന്നില്ലല്ലോ വെച്ചിട്ട് ഇരിക്കുമായിരിക്കും. ആ സമയത്ത് അവനൊരു കോള് വരും. ആരാണെന്ന് നോക്കുമ്പോൾ അവൻ്റെ അമ്മയായിരിക്കും. അവൻ്റെ അമ്മയുടെ അടുത്ത് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ അമ്മ ചോദിക്കും, നിനക്ക് ഇത്രയും നാളായിട്ട് ഗേൾ ഫ്രണ്ട് ഒന്നും ആയില്ലേ, നീ എത്ര നാളാണ് സിംഗിളായിട്ടിരിക്കുകയെന്നൊക്കെ. അപ്പോൾ അവനും അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വേഗം സെറ്റാക്കാമെന്നൊക്കെ പറയും. പിന്നീട് നീ അവളുടെ മുത്തശ്ശിയുടെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ഓഫീസിലേക്ക് വന്നിട്ടുണ്ടാവും. ഓഫീസിലേക്ക് വന്നപ്പോൾ അവൾക്ക് ആകെപ്പാടുള്ള ഒരു ടെൻഷൻ ലിന്നിനെ മീറ്റ് ചെയ്യണമല്ലോ എന്നാണ്. അവനെ എങ്ങനെ ഫേസ് ചെയ്യുന്ന അവൾക്ക് അറിയണ്ടാവില്ല. അവൾ എന്നിട്ട് ഓഫീസിൽ പോകുമ്പോൾ അവൾ ആദ്യം ലിന്നിൻ്റെ ഓഫീസിലേക്ക് നോക്കും. അവിടെ ആരും ഉണ്ടാവില്ല. അവൻ എത്തിയിട്ടില്ലല്ലോ എന്നുള്ള സന്തോഷത്തിൽ അവൾ അവിടെ നിൽക്കുമായിരിക്കും. അപ്പോഴാണ് എല്ലാവരും പറയാം, നമുക്ക് റൂഫിൽ പോയിട്ട് അവിടെയുള്ള സോളാർ പാനലൊക്കെ ക്ലീൻ ചെയ്യാമെന്ന്. അങ്ങനെ ഇവരെല്ലാം ക്ലീൻ ചെയ്യാൻ പോകുമ്പോഴാണ് ലിൻ അവിടെ ആദ്യം തന്നെ എത്തിയിട്ടുണ്ടാവും. അവനായിരിക്കും ആദ്യം ക്ലീൻ ചെയ്യുന്നുണ്ടാവുക. അവൻ നിന്നിട്ട് നീനെ നോക്കുമ്പോൾ നീ അവനെ അറിയാത്ത പോലെ അവൻ്റെ അടുത്ത് കൂടെ നടന്നു പോകുന്നുണ്ടാവും. അവനപ്പോൾ അതൊക്കെ ആലോചിച്ച് ചിരിക്കുന്നുണ്ടാവും, ഇവളെന്നെ അവോയ്ഡ് ചെയ്യുന്നതാണല്ലോന്ന്. കുറച്ച് കഴിയുമ്പോൾ നീയും ഫ്രണ്ടും കൂടി ഒരു സോളാർ പാനലിൻ്റെ മുകളിലേക്ക് വീണ്ടാവും. ലിൻ പോയിട്ട് അവരെ എഴുന്നേൽപ്പിക്കും. അപ്പോൾ അവർ സോളാർ പാനലിന് വല്ലതും പറ്റുമോന്നായിരിക്കും നോക്കുന്നുണ്ടാവുക. പക്ഷേ ലിൻ പറയാം, ആദ്യം നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ നോക്കുമെന്ന്. നീ ഇത്ര നാൾ ക്ലോസ് ആയിരുന്ന പോലെ ഒന്നും ആവില്ല, ഇപ്പോൾ ഒട്ടും അറിയാത്ത ഒരാളെ പോലെ ആയിരിക്കും പെരുമാറുണ്ടാവുക. അത് കാണുമ്പോൾ ലിന്നിനും ചിരി വരും. അവർ അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഓഫീസിലേക്ക് വരും. പിന്നീട് നീയും അവളുടെ ഫ്രണ്ടും കൂടി ഒന്ന് കറങ്ങാൻ പോയിട്ടുണ്ടാവും. അപ്പോൾ അവളുടെ ഫ്രണ്ട് ലിന്നും നീയും തമ്മിൽ വല്ല കണക്ഷനും ഇപ്പോൾ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. എന്തോ ഉണ്ടെന്നൊക്കെ എൻ്റെ മനസ്സിൽ പറയുന്നുണ്ടെന്നൊക്കെ ഫ്രണ്ട് പറയും. അപ്പോൾ അവൾ അങ്ങനെയൊന്നുമില്ല എന്ന് പറയും. ആ സമയത്ത് അവൾക്കൊരു കോൾ വന്നിട്ടുണ്ടാവും. ആരാണ് നോക്കുമ്പോൾ ആ ഡോക്ടർ ഫ്രണ്ട് ആയിരിക്കും. അയാൾ അവളുടെ അടുത്ത് പറയാം, എനിക്ക് നിൻ്റെ അടുത്ത് കുറച്ച് സത്യങ്ങൾ തുറന്നു പറയാണ്ട്, ലിൻ എന്നെ ഒരു ഓപ്പറേഷനെ അസിസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു എന്ന്. അത് കാരണം കൊണ്ടാണ് ഞാൻ സത്യങ്ങളൊക്കെ തുറന്നു പറയണമെന്ന് പറഞ്ഞിട്ട്, അന്ന് നീ കല്യാണത്തിന് പോയില്ലേ, അന്ന് നിന്നെ കല്യാണത്തിനൊന്നും വിളിച്ചിട്ടില്ല, അത് ലിൻ നിന്നെ വെറുതെ കൂട്ടിക്കൊണ്ടുപോയതാണെന്ന് പറയും. പിന്നെ അന്ന് ഡീറ്റെയിൽസ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് നിൻ്റെ റൂമിലിരുന്നില്ലേ ഡോക്ടേഴ്സിനൊക്കെ, അതും വെറും കള്ളത്തരം മാത്രമാണെന്ന് പറയും. അപ്പം നീ അയാളടുത്ത് ഇതൊക്കെ നിന്നെ ഇപ്പോൾ പറയുന്നത് എനിക്ക് മനസ്സിലായി, അയാൾ പ്രപ്പോസ് ചെയ്ത കാര്യം പറഞ്ഞില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അവനും എല്ലാം മനസ്സിലായില്ലേ എന്ന് തിരിച്ച് ചോദിക്കും. ആ ഡോക്ടർ ഫ്രണ്ട് അപ്പോൾ എന്നാൽ അതൊന്നും സാരമില്ല, അതൊക്കെ വിട്ടേക്ക് പറഞ്ഞിട്ട് ലിന്നിനെ കുറേ പൊക്കി പറയും. അപ്പോൾ ലിന്ന അവിടെ വന്ന് ഒന്ന് നിർത്തടാ പറഞ്ഞിട്ട് അവിടേക്ക് വരും. എന്നിട്ട് നീയുടെ അടുത്ത സീറ്റിലിരിക്കും. അപ്പോൾ ഡോക്ടർ ഫ്രണ്ട് അവിടെ നിന്ന് പോയിട്ടുണ്ടാവും. എന്നിട്ട് നീ പേടിച്ച അതേ ഭക്ഷണം തന്നെ അവനിരുന്ന് കഴിക്കുന്നുണ്ടാവും. അപ്പോൾ അവൾ വേണമെങ്കിൽ വേറെ ഭക്ഷണം ഓർഡർ ചെയ്യാമെന്നൊക്കെ പറയും. പക്ഷെ അവൻ വേണ്ടാന്ന് പറയും. പിന്നീട് അവർ രണ്ടുപേരും നടന്നു പോകായിരിക്കും. അപ്പോൾ അവളൊന്നും സംസാരിക്കണ്ടാവില്ല. അപ്പോൾ അവൻ പറയും, ഇനി ഇങ്ങനെ പറ്റില്ല, നീ സംസാരിക്കാൻ തുടങ്ങണമെന്ന്. എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെ അകൽച്ച് കാണിക്കണമെന്ന് അവോയ്ഡ് ചെയ്യണത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറയും. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ച് നീ എൻ്റെ അടുത്ത് സംസാരിക്കുമെന്ന് പറയും. എന്നിട്ട് ലിൻ പറയും, എനിക്ക് ഷങ്സുമായിട്ട് ഇങ്ങനെ ഒരു റിലേഷനുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു, അത് കാരണം ഞാൻ പറഞ്ഞെന്നൊക്കെ. അത് കേൾക്കുമ്പോൾ അവൾ ആദ്യം ഷങ്സുവിന് മെസ്സേജ് അയച്ചത് അവൾക്ക് ഓർമ്മ വരും. അപ്പോൾ നീ അവൻ്റെ അടുത്ത് പറയാം, അങ്ങനെയൊന്നും പറയല്ലേ, നിർത്ത്, എന്തായാലും ഇനി മുതൽ ഞാൻ സംസാരിക്കാമെന്ന്. അങ്ങനെ അവർ പണിയണ പുതിയൊരു കഫറ്റീരിയ കാണിക്കാൻ ലിൻ അവളെ കൊണ്ടുപോകും. എന്നിട്ട് ഇവിടുത്തെ ഫുൾ ഡെക്കറേഷൻ നീ തന്നെ വേണം ചെയ്യാമെന്നൊക്കെ പറയും. അവൾ ഇതൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഗാർഡനൊക്കെ വളർത്തിയിട്ട് അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറയും. അതിന് വേണ്ടിയിട്ട് അടുത്ത ദിവസം മുതൽ അവൾ വർക്ക് ചെയ്യാൻ തുടങ്ങും. അടുത്ത ദിവസം അവരുടെ ക്യാൻറ്റീൻ്റെ നടത്തിപ്പ് ഇപ്പോഴുള്ള ആളുകളിൽ നിന്ന് വേറെ ആളുകൾക്ക് ഏൽപ്പിക്കാനുള്ള ഒരു പരിപാടി നടക്കുന്നുണ്ടാവും. അവിടെ ഫുഡ് സെലക്ട് ചെയ്യാൻ പോകാൻ രണ്ടുപേരെ ഏൽപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ നറുക്കെടുത്തിട്ടായിരിക്കും അവരെ തീരുമാനിക്കുന്നുണ്ടാവുക. അങ്ങനെ നറുക്കെടുക്കുമ്പോൾ ആദ്യത്തെ നറുക്ക് ഒരാൾക്ക് കിട്ടും. പിന്നെ ഒരു നറുക്കും കൂടിയുണ്ട്. അത് ആർക്കാണെന്ന് എല്ലാവരും ആകാംക്ഷയിലായിരിക്കും. നമ്മുടെ ഹീറോയും മാത്രമേ അതെടുക്കാനുണ്ടാവുള്ളൂ. രണ്ടുപേരും എന്നിട്ട് നറുക്കെടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ കയ്യിലുള്ള പേപ്പർ അവളുടെ ഫ്രണ്ട് നോക്കുന്നുണ്ടാവും. ഷിൻ അപ്പോൾ അവളുടെ അടുത്ത് പറയും, നിനക്കാണല്ലോ നറുക്കിട്ടിരിക്കുന്നത്, നീ പൊക്കോന്ന്. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം.